ഏത് ചാനൽ ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഏതായാലും ശരി, ഇനിയുള്ള കാര്യങ്ങൾ UDF ആലോചിച്ചിട്ടേ ഞങ്ങൾ പറയുള്ളൂ. അതെന്നെ പറഞ്ഞത്, ഇനി ഈ കാര്യങ്ങൾ UDF ആണ് ആലോചിക്കേണ്ടത്. അതുകൊണ്ട് അത് കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ളവർക്ക് കോൺഗ്രസ്സാണ് അത് സംബന്ധിച്ച് ആദ്യം ആലോചിക്കേണ്ടത്. അതിനുശേഷം ആ കാര്യം ആലോചിക്കേണ്ടത് UDF ആണ്. UDF കൂട്ടായി എടുക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെ ആയിരിക്കും ഈ വിഷയത്തിൽ ലീഗ്. സംസാരിക്കുന്നുണ്ടായിരുന്നു മുസ്ലിം ലീഗ് ഒരു സോഫ്റ്റ് പാർട്ടിയാണെന്നൊക്കെ വാർത്താ സമ്മേളനത്തിൽ. നിങ്ങളാരെങ്കിലും ആണ് പുകയെത്തി തരാൻ ഞങ്ങൾക്ക് സന്തോഷം തോന്നൂലേ? എന്നമാതിരി നല്ലത് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ആര് പറഞ്ഞാലും സന്തോഷമാണ്. ഇന്ന് വന്നതിന് ശേഷം, പിന്നെ വാർത്ത വന്നതിന് ശേഷം വിളിച്ചു. പ്രതിപക്ഷ നേതാവിനെയും മറ്റെല്ലാ നേതാക്കന്മാരെയും കോൺഗ്രസ് നേതാക്കന്മാരെ കിട്ടിയവരൊക്കെ വിളിച്ചു. ഇനി ബാക്കിയുള്ളവരിപ്പോൾ വിളിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് നമുക്ക് UDF കൂടി ആലോചിക്കാമെന്ന്. അല്ല, തങ്ങൾ പറഞ്ഞിടത്ത് തന്നെയാണ് ലീഗ് നിൽക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് പിന്നെ സാധ്യമായ എല്ലാ വഴികളും എന്നുള്ളതാണ്. അത് ഈ കാര്യം UDF ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ. അത് ഇതിൻ്റെ ലേറ്റസ്റ്റ് വിഷയം ഇപ്പോൾ വന്നതല്ലേ. അന്ന് ഈ വിഷയം ഇല്ലല്ലോ. ഇപ്പോൾ വന്നത് UDF ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എന്താ അതൊക്കെ നമ്മൾ എങ്ങനെ ഇത്ര ഒരു കൊല്ലം ജില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. UDF എപ്പോഴും സജ്ജാണല്ലോ. അതിപ്പോൾ കഴിഞ്ഞ ഉപതിരഞ്ഞെടുപ്പുകളും തിരഞ്ഞെടുപ്പുകളും ഒക്കെ നമ്മൾ ഇവിടെ തെളിയിച്ചില്ലേ. UDF എപ്പോഴും സജ്ജാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു. ഉപതെരഞ്ഞെടുപ്പിലും വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല. UDFന് നല്ല വിജയമുണ്ടായി. ഇപ്പോൾ അതുകൊണ്ട് UDF സജ്ജാണ്. ആ കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾ കൂട്ടായ ഒരു തീരുമാനം എടുക്കും. വേണ്ടി വരും, വൈകാൻ പറ്റില്ലല്ലോ. ശരി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം PV അൻവർ പറഞ്ഞ കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകും. അത് UDF കൂടിയാലോചിച്ച് തീരുമാനം പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. UDF സജ്ജമാണ് ഉപതെരഞ്ഞെടുപ്പിന് എന്നുകൂടി PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു.